Hi friends, welcome to PrathapGTech. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. 2-3 വിഷയങ്ങൾ ഒരു വീഡിയോയിൽ. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് PUBGയുമായി ബന്ധപ്പെട്ടതാണ്. PUBG ബാൻ ചെയ്യപ്പെടാൻ പോവുകയാണോ? PUBG അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. സർക്കാർ അങ്ങനെ ഉത്തരവിട്ടിട്ടുണ്ട്, പക്ഷേ അത് അങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ കോമൺ പീപ്പിളിനോടല്ല, മിലിറ്ററി പട്ടാളക്കാരോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഫോണിൽ നിന്നും PUBG പോലുള്ള PUBG മാത്രമല്ല, PUBG, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങി ഒരുപാട് തരം ആപ്ലിക്കേഷനുകൾ 89ഓളം വരുന്ന ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാനാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് കുറച്ച് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്, അവരുടെ ഡാറ്റ എന്തെങ്കിലുമൊക്കെ ലീക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ ചൈനീസ് ആപ്പുകളെ അൺഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളൊരു പരിപാടിയല്ല. 59 ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്തിരുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് ചൈനീസ് ആപ്ലിക്കേഷനുകളാണ് അൺഇൻസ്റ്റാൾ ചെയ്തത്. പക്ഷേ ഇപ്പോൾ മിലിറ്ററിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന കാര്യം, അവിടെ കുറേ അധികം ആപ്ലിക്കേഷനുകൾ PUBGയും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ അടക്കം ഒട്ടനവധി ആപ്ലിക്കേഷനുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ചൈനീസ് മാത്രമല്ല, നോൺ ചൈനീസ് ആയ ആപ്ലിക്കേഷനുകളും ഉൾപ്പെടുന്നുണ്ട്. അത് അവരുടെ കുറച്ചും കൂടി പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ കവിഞ്ഞിട്ട് അവിടെ വേറൊരു കാര്യങ്ങളും പ്രത്യേകിച്ച് ഒരു ബാനിൻ്റെ കാര്യമൊന്നും സർക്കാർ ഇപ്പോഴേക്ക് പറഞ്ഞിട്ടില്ല. സോ PUBG ഒന്നും ബാൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഭാവിയിലെ കാര്യങ്ങൾ നമുക്കറിയില്ല, അതിൻ്റെ ഒരു കാര്യങ്ങൾ കുറേ അധികം ഉണ്ട്. എന്തായാലും വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. എന്നാലും ഇപ്പോഴേക്ക് ബാനും കാര്യങ്ങളൊന്നുമില്ല. അത് മിലിറ്ററിയുടെ കുറച്ചും കൂടി പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ട് കുറച്ച് ആപ്പുകളുടെ ലിസ്റ്റ് കാണിച്ചിട്ട് അതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കാണുന്നതാണ് ആ 89 ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റ്. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം, ഒന്ന് മനസ്സിലാക്കിയിരിക്കാം ഏതൊക്കെയാണ് ഒഴിവാക്കപ്പെടുന്ന ആപ്ലിക്കേഷനുകൾ എന്നുള്ളത്. ഇനി അടുത്ത കാര്യം, Redmi Note 9 എന്ന ഫോൺ വരാൻ പോവാണ്. അടുത്തിറങ്ങിയ Poco M2 Pro ആണെങ്കിൽ അതേപോലത്തെ ഒരു ഫോൺ തന്നെ. ഏറെക്കുറെ ആ ഡിസൈനിൽ ഒരുപാട് ഫോണുകളായി. എന്തായാലും ഈ ഒരു ഫോൺ Redmi Note 9 Proയോ Pro Maxോ Poco M2 Pro പോലെ അല്ല, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള Redmi Note 7, Note 8 ആ 10,000 രൂപ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോണുണ്ട്. അതിൻ്റെ അപ്ഡേഷനായ Redmi Note 9 ആണ് വരാൻ പോകുന്നത്. ഈ ഒരു ഫോണിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓൾറെഡി ഇത് ഗ്ലോബലി ലോഞ്ച് ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്കറിയാം. ഇപ്പോഴേക്കും അവർ അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു ഇമേജ്, നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഇമേജ് കൊടുത്തുകൊണ്ട് ഇത് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ Redmi എന്നും മറ്റേ സൈഡിൽ Note എന്നും അതേപോലെ തന്നെ നടുവിൽ 9 എന്നും കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് നടുവിലായിട്ട്. അപ്പോൾ ഈ Redmi Note 9 ആണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഗതിയുടെ ലോഞ്ച് ഡേറ്റ് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. കമ്മിങ് സൂൺ എന്ന് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കൃത്യമായ ഡേറ്റും കാര്യങ്ങളും അറിയുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി വഴി നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോകളിൽ ടെക് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി ഈ Redmi Note 9 ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുന്ന Redmi Note 9 തന്നെയാണ് ഇന്ത്യയിലേക്ക് വരുന്നെങ്കിൽ എന്താണ് നമുക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാനുള്ളത്? അതിൻ്റെ പ്രൈസ് ഏകദേശം എത്രയായിരിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കിയാൽ Helio G85 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. 3GB റാം ഉണ്ട്, അതേപോലെ തന്നെ 4GB റാം ഉണ്ട്. 3GB റാം 64GB സ്റ്റോറേജും 4GB റാം 128GB സ്റ്റോറേജുമാണ് വരുന്നത്. MIUI 11 ഔട്ട് ഓഫ് ബോക്സ് കിട്ടുന്നു. Android 10 ബേസ്ഡ് ആണ്. Redmi Note 9 വരുന്നത് 48MP ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പിലാണ്. ഫ്രണ്ട് ക്യാമറ 13 മെഗാപിക്സലാണ്. ബാറ്ററി 5020 mAh 22.5 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഗ്ലോബലി 14,900 വെച്ചാൽ 15,000 രൂപയുടെ അടുത്താണ്. ആ ഒരു പ്രൈസിന് എന്തായാലും നമ്മൾ ഈ ഒരു ഫോൺ എടുക്കില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രൈസ് വീണ്ടും കുറയുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൃത്യമായിട്ടൊരു പ്രൈസ് റൂമറായിട്ട് പോലും കേൾക്കുന്നില്ല. എന്തായാലും ഒരു 12 രൂപ റേഞ്ചിലൊക്കെ ആണെങ്കിൽ പരിഗണിക്കാമെന്ന് തോന്നുന്നു. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് ഇപ്പോഴേക്ക് അവൈലബിൾ അല്ല. എന്തായാലും ഈ ഒരു ഫോൺ കമ്മിങ് സൂൺ എന്നാണ് കാണിച്ചിരിക്കുന്നത്. Note 7, 8 സീരീസ് ഒക്കെ എടുത്ത് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അടുത്ത അപ്ഡേഷനായിട്ട് Note 9 വേണമെങ്കിൽ പരിഗണിക്കാം. കൂടുതൽ വിവരങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്തൊരു കാര്യം, OnePlus Nodeന്റെ കുറച്ച് ഇമേജുകളും കാര്യങ്ങളും, പുതിയ ഇമേജുകളും കാര്യങ്ങളും ഒക്കെ ലീക്കായി വരുന്നുണ്ട്. ഇത് വേറെ റീബ്രാൻഡഡ് വെർഷൻ ആണെന്ന് കേൾക്കുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ പുതിയ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈൽ ആൻഡ് ലുക്കിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു പുതിയ ഇമേജ് കൂടി വന്നിരിക്കുന്നു, അതൊന്ന് കണ്ടു നോക്കിയോളൂ. ഇനി അടുത്തൊരു കാര്യം, iOS 14 ബീറ്റ വെർഷൻ പബ്ലിക്കിന് അവൈലബിൾ ആയിരിക്കുകയാണ്. പബ്ലിക്കായിട്ടുള്ള എല്ലാവർക്കും ഇനി ഈ ബീറ്റ വെർഷൻ സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. കഴിഞ്ഞ തവണ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അത് ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ബീറ്റ വെർഷൻ ആയിരുന്നു. അത് ആ ഒരു പ്രോഗ്രാമിൽ പെട്ടവർക്ക് മാത്രമാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. അല്ലാത്തവർക്ക് തേർഡ് പാർട്ടി സൈറ്റിൽ നിന്ന് പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് iOS ആപ്പിളിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ പേരിലുള്ള beta-apple.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് കയറുക. അവിടെ നിങ്ങളുടെ iOS എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എൻറോൾ ഡിവൈസ് ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു സൈറ്റിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ സൈൻ ഇൻ ചെയ്യണുണ്ടോ, അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രൊസീജിയറൊക്കെ. എൻറോൾ ഡിവൈസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡൗൺലോഡ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ അനുസരിച്ച് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക.
ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പ്രോബ്ലം കണ്ടാൽ അത് റോൾ ബാക്ക് ചെയ്യേണ്ട പ്രൊസീജിയറും ഞാൻ ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐക്കണിൽ കാണാം. നിങ്ങൾക്ക് അത് നോക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ റോൾ ബാക്കിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ കാര്യം മാത്രമാണ് ചേഞ്ച്. മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ വേറെ ഏതെങ്കിലും സൈറ്റിൽ നിന്ന് പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആപ്പിളിൻ്റെ beta.apple.com എന്ന സൈറ്റിൽ നിന്ന് തന്നെ സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഐഫോണിൻ്റെ ആണെങ്കിൽ iOS, ഐപാഡ് ആണെങ്കിൽ iPadOS, അതല്ലെങ്കിൽ മാക് ആണെങ്കിൽ macOS എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത്, ഇപ്പോഴും പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും പബ്ലിക് ബീറ്റ വെർഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ബഗ്സ് ഒക്കെ ധാരാളം കാണും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. കഴിവതും പ്രൈമറി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക. ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കപ്പ് എടുത്തുകൊണ്ട് മാത്രം, ബാക്കപ്പ് ഒക്കെ നേരത്തെയുള്ള പ്രൈമറി ഫോണിൻ്റെ ബാക്കപ്പ് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ഉറപ്പായിട്ടും ബഗ്സ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ പ്രൈവസി ആവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക. സ്റ്റേബിൾ വരുമ്പോൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.